ഇന്ന് ഒരു ഗോബി മഞ്ചൂരിയൻ റെസിപ്പി നോക്കാം. കുക്കിങ്ങിൽ എൻ്റെ ഗുരു ഷാൻജിയോ ചേട്ടനാണ്. ഇതും അദ്ദേഹത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കോൺഫ്ലോർ, മൈദ, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതെല്ലാം കൂടെ ഇളക്കി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് വെള്ളം തളിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുക. സോയ സോസ്, ടൊമാറ്റോ, ചില്ലി ഇത് മൂന്നും കൂടി ഒരു പാത്രത്തിലെടുത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക. ചില്ലി സോസ് തന്നെ നമ്മൾ ഗ്രീനും റെഡും കുറച്ചായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയത്തെ പരിപാടി ഈ കോളിഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കുക എന്നുള്ളതാണ്. നമ്മളൊരു 2 പ്രാവശ്യമായിട്ട് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പാർട്ടും ഗ്രീൻ പാർട്ടും വേറെ എടുത്തിട്ടുണ്ട്. ഇനി ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സ്പ്രിംഗ് ഓനിയൻ്റെ വൈറ്റ് പാർട്ടും കൂടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. പിന്നീട് അതിലേക്ക് ക്യാപ്സിക്കവും ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളിയും ക്യാപ്സിക്കവും ഒന്ന് കുക്കായി വന്നു കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോസ് അതിലേക്ക് ചേർക്കുക. കുറച്ച് സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നല്ലോണം ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. എല്ലാം കൂടി ഇളക്കി നല്ലോണം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയായി. ഇതിൽ ഗ്രേവിക്ക് വേണ്ടി കുറച്ച് കോൺഫ്ലോർ ചൂടുവെള്ളത്തിൽ കലക്കി ചേർക്കാറുണ്ട്. നമ്മളിവിടെ ചേർത്തിട്ടില്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ബാക്കിയുള്ള സ്പ്രിംഗ് ഓനിയനും കൂടി ചേർത്ത് നമുക്ക് വിളമ്പാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.